ഇപ്രാവശ്യത്തെ ഓണപ്പൂട്ട് ഇത് മുന്നേ കൊള്ളമായി ചളമായി കിടക്കുകയാണ് ഗൂസ്. അവൾക്ക് ഇന്നും പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. അവളിതാ പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു 9:30ക്കാണ് ക്ലാസ്. അവൾ ഇറങ്ങി നല്ല ദോശയും പിന്നെ എന്താ കാബൂളി കടലിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചാണ് കേട്ടോ അവൾ പോണത്. അവൾ കൊണ്ടാക്കി വന്നിട്ട് വേണം എൻ്റെ ഹസ്ബൻഡിനെ കോഴിക്കോട് വരെ പോകാൻ, നീനൂട്ടിനെ കൊണ്ടുവരാൻ. അപ്പോൾ മൂപ്പര് വണ്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഐറൂസ് ഇറങ്ങി ഓടട്ടോ. അവന് ഞങ്ങളിങ്ങനെ ഷർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്നും നോക്കാതെ അവൻ ഇറങ്ങി ഓടിയിട്ട് പിന്നെ പിടിച്ചത് ആ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി ആ റോഡിൽ അങ്ങനത്തെ ഇവിടെ ആ വക്കത്ത് റോട്ടിലൊന്ന് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങട്ടോ. ആ മുൻപത്തിട്ട് പോയി വരുമ്പോൾ ഒരു സന്തോഷമില്ലെന്ന് കരുതി ഇറങ്ങിയതാണ്. അങ്ങോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തി കുറച്ച് നേരം കളിപ്പിക്കുമ്പോഴൊന്നും അവന് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങോട്ട് തിരിച്ച് പോന്നപ്പോഴേക്കും വീണ്ടും കരഞ്ഞിട്ടു. പിന്നെ വേഗം എന്തെങ്കിലും പാലോ ബിസ്ക്കറ്റൊക്കെ കൊടുക്കട്ടെ എന്ന് കരുതി. രാവിലെ എണീറ്റിട്ട് ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വേഗം പാലുണ്ടാക്കാം എന്ന് കരുതി വേഗം ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ക്രീം ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവന് ഇഷ്ടമുള്ള. അതൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാലുണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഞാൻ ഒരു ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അരി ഇടട്ടെ. അതിട്ടിട്ട് അവന് പാല് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അരിയൊക്കെ ഇട്ട് അത് വെന്ത് പോകുമ്പോഴേക്കും നമ്മൾ പാലൊക്കെ കൊടുക്കുക. മീനൊന്ന് ബസ്സിൽ വരാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ നല്ല തലവേദനയും തല പൊന്തിക്കാൻ വയ്യ കേട്ടോ. 2 ദിവസമായി പനി തുടങ്ങിയിട്ട്. പക്ഷേ ഇങ്ങനെ പാരസെറ്റാമോളൊക്കെ കുടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയെന്ന് ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ അവിടെ നിന്ന് അങ്ങനെ പോരാനും തോന്നിയില്ല. ഇപ്രാവശ്യം 2-3 ലീവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ മുഖത്ത് എന്തൊക്കെയോ ഒരു ചെറിയൊരു പൊള്ളപ്പോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തോ ഇപ്പോൾ ചെറിയൊരു പണി കിട്ടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇനി ചിക്കൻ ബോക്സിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇനി ബസ്സിൽ പോരേണ്ട അവളെപ്പച്ചി വന്ന് കൊണ്ടുവന്നോളാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മൂപ്പർ പോയിട്ടുള്ളത്. വരുമ്പോഴേക്കും നമ്മൾ പണികളൊക്കെ തീർക്കുക. ചിലപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കാണ്. ചോറ് ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വന്നപ്പോഴേക്കും ഞാനിതവിടെ വെണ്ടക്ക തോരനും പിന്നെ ചിക്കൻ നല്ല ഉള്ളിയൊക്കെ വാട്ടി നല്ല ഗ്രേവി ആക്കിയിട്ട് അത്യാവശ്യം കറി പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട്. മോളും പിന്നെ ഒരു നേരെ ഫുഡ് നല്ല രീതിയിൽ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ 2 മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു. വെണ്ടക്ക തോരനും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് തൈരൊക്കെ കൂട്ടി അവൾ കഴിക്കുന്നുണ്ട്. കൂടെ ഐറൂസും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി ഞാനും കുടിച്ചു. ഇനിയിപ്പോൾ നീനും വന്ന് ഇനി ഡോക്ടറെ കാണിച്ച വല്ല ചിക്കൻ ബോക്സോ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ ആക്കേണ്ടി വരും. ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.